കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വിതക്കാരൻ്റെ ഉപമ എന്നൊരു ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്രകാരം പറയുന്നത്. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽത്തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ഇരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്നു അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ സുവിശേഷ ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ സുവിശേഷം, വചനം ലോകത്തിൽ പ്രഘോഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ കൂടി പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ബൈബിളിൽ പല ഭാഗങ്ങളും ഉപമകൾ കൂടിയാണ് സംസാരിക്കുക. അപ്പോൾ ഈ ഉപമകളിലൂടെ എന്താണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തോട് പറയുന്ന വചനങ്ങൾ, അത് എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വചനഭാഗത്തിൽ പറയുന്നത്. പലരും ആദ്യം യേശു ക്രിസ്തു പറയും, ആ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കും. എന്നാൽ അവിടെ നിന്ന് മാറുമ്പോൾ അപ്പോൾ തന്നെ ആ വചനഭാഗങ്ങളും ദൈവം പറഞ്ഞ ആ വാക്കുകൾ മറന്നു പോകുന്നു, അത് ഉപേക്ഷിക്കുന്നു. അതാണ് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയ വഴിയരികിൽ വീണ വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കൂട്ടർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ടു ഒരു കുറച്ച് നാളത്തേക്ക് അതനുസരിച്ച് സ്നേഹം, നന്മ, കാരുണ്യം ഇതൊക്കെ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ പാലിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഉറപ്പില്ല. ആ ഹൃദയത്തിനുള്ളിൽ സ്വീകരിച്ചില്ല. ആ ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കാത്തതുകൊണ്ട്, ആ വചനം ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കാത്തതുകൊണ്ട്, മനസ്സിൽ മാത്രം സ്വീകരിച്ചതുകൊണ്ട്, ഹൃദയത്തിൽ സ്വീകരിക്കാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ വചനങ്ങൾ, ആ പ്രവൃത്തികൾ, സ്നേഹം, നന്മ, കാരുണ്യം, സഹോദര സ്നേഹം, ഇങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, അങ്ങനെയുള്ള പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ കഴിയാണ്ട് അവർ വാടി ഉണങ്ങിപ്പോകുന്നു. അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ കൂട്ടർ. പിന്നെ അടുത്ത മൂന്നാമത്തെ കൂട്ടർ മുൾച്ചെടിയിൽ വീഴുന്ന വിത്തിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ ക്രിസ്തുവിൻ്റെ വചനം അവർ സ്വീകരിക്കുന്നു, ഈ പ്രവൃത്തികൾ ചെയ്യുന്നു. എന്നാൽ ഈ പുറത്തുള്ള മുള്ളുകൾ എന്താണ് സംഭവിക്കുന്നത്? ദുഷ്പ്രേരണകളുണ്ട് ചുറ്റുപാടും. നീ ഇങ്ങനെ ശുദ്ധനായി വിശുദ്ധനായി നടന്നാൽ എങ്ങനെ ശരിയാവും? നീ വിശുദ്ധനായി കർത്താവിൻ്റെ വാക്കും പിടിച്ച് നടന്നാൽ നീ നന്നാവുമോ? നിനക്ക് സുഖമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യമില്ലേ? നിനക്ക് സ്വന്തമായിട്ട് നിൻ്റെ സമ്പത്തെടുത്ത് ആർഭാടമായി കഴിയത്തില്ലേ? അല്ലെങ്കിൽ നിനക്ക് ആർഭാടത്തോടെ വാഹനം മേടിച്ച് കഴിയത്തില്ലേ? നിങ്ങൾ ഇതേപോലെ നടക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവരുടെ സമ്മർദ്ദം, അല്ലെങ്കിൽ നീ ഇങ്ങനെ വചനം പ്രസംഗിക്കാൻ പാടില്ല. മറ്റുള്ള സമ്മർദ്ദം വരുന്നു, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കരുത്, നീ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, കാരുണ്യം ചെയ്യുക. ഇത് ചില ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം പ്രചരിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവരെ തല്ലുകയും അടിക്കുകയും അവർ ഓടിച്ചു വിടുകയും ചെയ്യുക ആ ദേശത്തു നിന്ന്. അവർ കുറച്ച് കഴിയുമ്പോൾ ഈ ആൾക്കാരുടെ ശല്യം കാരണം, അല്ലെങ്കിൽ ഈ പുറത്തുള്ളവരുടെ സമ്മർദ്ദം കാരണം ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു. ആ വചനം പ്രസംഗിക്കാൻ പിന്നെ ഇടയാകുന്നില്ല. നാലാമത്തെ കൂട്ടരാണ് നല്ല നിലത്ത് വീണുകൾ. ഇത് ഹൃദയത്തിൽ ഈ കൂട്ടർ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം ഉള്ളിൽ കേൾക്കുന്നു, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു, അത് ജീവിതകാലം മുഴുവൻ അത് പ്രഘോഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും സഹോദര്യവും ദയയും എല്ലാം മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുന്നു. അവരിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നു. അവർ മറ്റുള്ളവരെ എത്രമാത്രം തളർത്താൻ ശ്രമിച്ചാലും
ചില ആളുകൾ എത്രമാത്രം ചെലുത്താൻ ചെയ്താലും അവർ പറയുന്നു, ജീവനേക്കാൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നത് എൻ്റെ ആത്മാവിനെയാണ്. എൻ്റെ ആത്മാവ് നശിച്ചു പോയിട്ട്. ഇതിൽ വചനങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരെ ഭയപ്പെടണം? നിങ്ങളുടെ ജീവൻ എടുക്കുന്നവരെയാണ് ഭയപ്പെടേണ്ടത്. അല്ല, നിങ്ങളുടെ ജീവൻ ക്ഷണികമാണ്. നിങ്ങൾക്ക് കൂടിപ്പോയി 7 വയസ്സ് കൂടുക, അല്ലെ 100 വയസ്സ് കൂടുതൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ലോകത്ത്? ഇല്ല. ഒരു 60 വയസ്സ് അല്ലെ 70 വയസ്സ് മാക്സിമം ഒരു ഇന്നത്തെ ശരാശരി ജീവിതമുള്ളൂ. ഈ വയസ്സിനിടയ്ക്ക് ഇന്നിപ്പോൾ അറ്റാക്ക് വന്ന് 30ാമത്തെ വയസ്സിൽ തട്ടിപ്പോവാം. ഈ സാഹചര്യത്തിൽ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവനെ ഭയപ്പെടുന്നത്? മറ്റുള്ള നമ്മൾ തല്ലിക്കൊല്ലുന്നത് പേടിക്കണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് പറയാൻ ചങ്കൂറ്റം വേണം. ആ വചനം പറയൽ മാത്രമല്ല, അത് പ്രവൃത്തിയിൽ വരുത്തണം. വചനം പറഞ്ഞു നടക്കാൻ ആർക്കും പറ്റും. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോയി നടക്കാൻ കഴിയുന്നവനാണ്. വചനം പറഞ്ഞ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുപോകാൻ നടക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഈ 100 മേനി വിളവ് തരുന്ന വിത്ത്. നല്ല നിലം. ആ നല്ല നിലത്താണ് കർത്താവിൻ്റെ വചനം വീഴേണ്ടത്. ആ നല്ല നിലത്ത് വീഴുമ്പോൾ സമൂഹത്തിന് പ്രകാശമായി, സഹോദരത്തിനും സമൂഹത്തിന് നന്മയായി, സഹോദരത്തിനും സമൂഹത്തിന് ഒരു മാതൃകയായി നമുക്ക് വളരാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നമുക്കെല്ലാവർക്കും പ്രഘോഷിക്കാൻ കഴിയട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള 2ാമത്തെ നിയമം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള 2ാമത്തെ നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമ്മൾ 100 മേനി ഫലം ചെയ്യും. അതിന് സാമ്പത്തികമായ എല്ലാ വിഷയങ്ങളും, നമ്മുടെ രോഗകരമായ എല്ലാ വിഷയങ്ങളും കർത്താവിന് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. 100 മേനി ഫലം വീഴുന്ന നല്ല നിലമായിട്ട് നമുക്ക് മാറാൻ കഴിയും. ആ നിലത്ത് നമുക്ക് കർത്താവിൻ്റെ വചനം പതിപ്പിക്കാം. അങ്ങനെ 100 മേനി വിളയിക്കാം. അങ്ങനെ സമൂഹത്തിന് നല്ല മനുഷ്യരായി, സ്നേഹവും കാരുണ്യവും സൗഹാർദ്ദവുമുള്ള മനുഷ്യരായി തീരാൻ നമുക്കെല്ലാവർക്കും ഇടവരാൻ വേണ്ടി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. നമ്മളൊരു നല്ല നിലമാകാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ, ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. ആമീൻ.